അമൃത, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഷ്ട്രീയ രംഗത്ത് വാർത്തകൾ സജീവമായി നിന്ന ആളാണ് പി വി അൻവർ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം പരാജയപ്പെട്ടെന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ MLA പ്രസ്താവനയ്ക്ക് പിന്നാലെ UDFൽ ഭിന്നത. കൂടെ നിന്നവർ ചതിച്ചെന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചതോടെ പ്രസ്താവന തിരുത്തി പ്രവീൺകുമാർ രംഗത്തെത്തി. അൻവറിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നും കൈപ്പത്തിയിലോ കോടിയിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ അൻവർ ആണെങ്കിലും ജയിച്ചേനെ എന്നുമാണ് പറഞ്ഞതെന്നും പ്രവീൺകുമാർ വിശദീകരിച്ചു. വർഷ ഗിരീഷുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. വർഷ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അങ്ങനെ ബേപ്പൂരിലെ പരാജയം ഒരു ചർച്ചയാവുകയാണ്. അപ്പോൾ കെ പ്രവീൺകുമാറിന്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശം, അതോടുകൂടി ഉള്ളിലടക്കി വെച്ച അമർഷമൊക്കെ പി വി അൻവർ എടുത്ത് പുറത്തേക്കിടുകയാണ്. അതേ ഗോകുൽ, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പും അവസാനിച്ചപ്പോഴും വിവാദമായ മണ്ഡലമായിരുന്നു ബേപ്പൂർ മണ്ഡലം. കോഴിക്കോട് 13 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലവും. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായി എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു കൊയിലാണ്ടി MLA ആയ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പേരാമ്പ്രയിൽ MLAക്ക് നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടി ചിഹ്നത്തിൽ, അതായത് കോണിയിലോ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ചേനെ. അങ്ങനെയെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിൽ, അതായത് കോഴിക്കോട് 13 മണ്ഡലങ്ങളിലും UDF ജയിച്ചേനെ എന്നുള്ളൊരു വിവാദ പരാമർശമാണ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പ്രവീൺകുമാറിന് മറുപടിയുമായി പി വി അൻവറും രംഗത്തെത്തിയത്. പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണവുമായി രംഗത്തെത്തിയത്. കൂടെ നിൽക്കേണ്ടവർ കുത്തുമ്പോൾ അത് വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് മറുപടിയുമായി ശേഷം കെ പ്രവീൺകുമാറും രംഗത്ത് വന്നു. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, പാർട്ടി പ്രവർത്തകരുടെ വികാരം മാത്രമാണ് പങ്കുവച്ചത്. പി വി അൻവറിനെ അധിക്ഷേപിച്ച രീതിയിലല്ല പറഞ്ഞത്. പാർട്ടി ചിഹ്നത്തിൽ ആര് മത്സരിച്ചിരുന്നുവെങ്കിലും ജയിച്ചേനെ എന്ന് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്നായിരുന്നു കെ പ്രവീൺകുമാറിന്റെ പ്രതികരണം. എന്തായാലും വീണ്ടും ഇപ്പോൾ ഇവിടെ ബേപ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പുകയുകയാണ്. ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലായിരുന്നു പി വി അൻവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ചത്. എന്നാൽ 7500ഓളം വോട്ടുകൾക്ക് PA മുഹമ്മദ് റിയാസ് ആണ് വിജയിച്ചത്. UDFന് കോഴിക്കോട് നഷ്ടപ്പെട്ട ഏക മണ്ഡലമാണ് ബേപ്പൂർ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വീകരണ പരിപാടിയിൽ കെ പ്രവീൺകുമാർ സംസാരിച്ചത്. എന്തായാലും ഇതോടുകൂടി പി വി അൻവറിന് ഒരു അതൃപ്തി ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഈ ഫേസ്ബുക്കിലൂടെ വ്യക്തമാകുന്നത്. വീണ്ടും ഇവിടെ വിവാദം പുകയുകയാണ്. ഗോകുൽ, അമൃത. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നപ്പോൾ. തെരഞ്ഞെടുപ്പ് ശേഷം സർക്കാർ രൂപീകരിച്ച് സർക്കാർ 100 ദിവസം എത്തി. അപ്പോഴും ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു കല്ലുകടി, ആ ഉള്ളിലെ അമർഷമൊക്കെ പി വി അൻവറിന് പുറത്ത് വരാൻ കാരണമായതും കെ പ്രവീൺകുമാറിന്റെ ഒരു പരാമർശമാണ്. അദ്ദേഹം ആ പരാമർശത്തിന് കുറച്ച് പിന്നോട്ട് പോയെങ്കിലും പി വി അൻവറിന് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ആകാംക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.